ഭൂമിയുടെ ഘടനയെക്കുറിച്ചുള്ള പുതിയ പഠനം പുറത്തുവിട്ട ശാസ്ത്രലോകം 20 വർഷം കൊണ്ട് ഭൂമി 31.5 ഇഞ്ച് ചെരിഞ്ഞുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഒപ്പം പുതിയ കണക്കുകൾ കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നതാണ്. കാലാവസ്ഥാ വ്യതിയാനം, ആഗോള താപനിലയിലെ വർധനവ് എന്നീ കാരണങ്ങളാൽ ഭൂമി വളരെയധികം ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന പഠനങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നതാണ്. സൂര്യന്റെ പരിണാമവും ഭൂമിയുടെ അന്തരീക്ഷവും താപനിലയും വേഗത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഭൂമിയുടെ ഘടനയെക്കുറിച്ച് പുറത്തുവരുന്ന പഠനങ്ങൾ പ്രകാരം 20 വർഷം കൊണ്ട് ഭൂമിക്ക് 31.5 ഇഞ്ചിന്റെ ചരിവാണ് ഉണ്ടായിരിക്കുന്നത്. വൻതോതിലുള്ള ഭൂഗർഭജല പമ്പിംഗാണ് ഈ ചെരിവിന് കാരണമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. 2023 പുറത്തുവിട്ട പഠനത്തിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് വീണ്ടും പുറത്തുവിട്ടിരിക്കുന്നത്. ഈ പ്രക്രിയ പ്രകാരം സമുദ്രനിരപ്പ് ഏകദേശം 24 ഇഞ്ച് ഉയരുന്നതിന് കാരണമായിട്ടുണ്ട്. ഭൂമിയുടെ ഭ്രമണധ്രുവങ്ങൾ മാറുന്നുവെന്ന് ഗവേഷകർ നേരത്തെ കണ്ടുപിടിച്ചിരുന്നുവെങ്കിലും ആ ചലനം മനുഷ്യന്റെ പ്രവർത്തനവുമായി എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ഭൂമിയുടെ ഭ്രമണധ്രുവം മാറുന്നതിന് കാരണമായിട്ടുണ്ട്. ഭൂഗർഭജലത്തിന്റെ പുനർവിതരണമാണ് ഭ്രമണധ്രുവത്തിന്റെ ഒഴുക്കിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തുന്നത്. ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരിടത്തേക്ക് വെള്ളം ഒഴുകി നീങ്ങുന്നതിനെയാണ് ഭൂഗർഭജലത്തിന്റെ പുനർവിതരണം എന്ന് പറയുന്നത്. ഇത് സ്വാഭാവികമായി സംഭവിക്കാം, അല്ലെങ്കിൽ അമിതമായ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മൂലവും സംഭവിക്കാം. ഭൂമി കറങ്ങുന്ന ധ്രുവം സ്ഥിരമായ ഒന്നല്ല. അതിനാൽ ഗ്രഹത്തിന്റെ പിണ്ഡത്തിലെ മാറ്റത്തിനനുസരിച്ച് ഭ്രമണവും മാറുന്നു. അമിത പ്രവാഹമായി വെള്ളം കുത്തിയൊഴുകുമ്പോൾ അത് ഭൂമിയുടെ ചലനത്തെ ബാധിക്കും. അതാകാം ഇവിടെയും സംഭവിച്ചത് എന്നാണ് ഗവേഷകരുടെ നിഗമനം. പല ആവശ്യങ്ങൾക്കായി മനുഷ്യൻ നടത്തുന്ന ജലത്തിന്റെ വിതരണം ഗ്രഹത്തിന്റെ ഭ്രമണത്തെ ബാധിച്ചിട്ടുണ്ടെന്നും ഭൂമിക്ക് അതുമൂലം ചെരിവ് വന്നിട്ടുണ്ടെന്നും മുൻപ് നാസ കണ്ടെത്തിയിരുന്നു. പുതിയ പഠനത്തിൽ ഭൂമിയുടെ ആ ചെരിവ് എത്രത്തോളം ഉണ്ടെന്നാണ് വെളിപ്പെട്ടിരിക്കുന്നത്. 1993 മുതൽ 2010 വരെയുള്ള കാലയളവിൽ മനുഷ്യർ ഏകദേശം 2150 ഗിഗാടൺ ഭൂഗർഭജലം പമ്പ് ചെയ്തിട്ടുണ്ട്. ആ വെള്ളത്തിന്റെ ഭൂരിഭാഗവും ഒടുവിൽ സമുദ്രത്തിലേക്ക് വന്ന ഗ്രഹത്തിന് ചുറ്റും ഒഴുകിയെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. വടക്കേ അമേരിക്കയും വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയുമാണ് ഭൂമിയുടെ ആ മാറ്റത്തിന് കാരണമായ പ്രധാന ഇടങ്ങളെന്നും പഠനത്തിൽ പറയുന്നു. എന്നാൽ ഭൂഗർഭജലത്തിന്റെ അമിതമായ വലിച്ചെടുക്കൽ ഇത്തരത്തിൽ തുടർന്നാൽ ഭാവിയിൽ വലിയ തോതിലുള്ള കാലാവസ്ഥാ മാറ്റങ്ങൾ സൃഷ്ടിച്ചേക്കാമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. സയൻസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.